നമ്മുടെ ലാലേട്ടൻ കസറിയ കിരീടം സിനിമ ഉണ്ടല്ലോ, അതിലെ വെള്ളാനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മുടെ കിരീടം പാലും അതുപോലെ തന്നെ നല്ല നോക്കത്താ ദൂരത്തോളമുള്ള വയൽപ്പാടെല്ലാം കണ്ട് ഇങ്ങനെ കറങ്ങി നടപ്പാണ്. കനാല് സംഗതി മൊത്തം കളർഫുള്ളാണ്. ആ സംഗതി എങ്ങോട്ടാണ് പോക്കുന്നത് വെച്ചാൽ നല്ല ഭക്ഷണം കഴിക്കണം, നല്ല മുളകിട്ട മീൻകറിയൊക്കെ കൂട്ടി നല്ല ചോറും കപ്പയും നല്ല കണവ റോസ്റ്റും തലക്കറിയും. അപ്പോൾ അതാണ് പരിപാടി. അത് നമ്മുടെ സ്വന്തം വെള്ളാണിയിലെ പുഞ്ചക്കയിലാണ് എത്തിയിരിക്കുന്നത്. ബോർഡ് നോക്കടാ. നാടൻ കോഴിപ്പരട്ട്, നാടൻ കോഴിത്തോരൻ, കണവ, ഞണ്ട്, കക്കാച്ചിപ്പി, കാടകോഴി, വിഷ്മോളി, കേത്തൻ ചിക്കൻ, നത്തോലി, നെയ്മീൻ, ചൂര, ഊണ്. അപ്പം എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ട്, എല്ലാം കഴിക്കാം. വാ കമോൺ. അയ്യോ ടാസ്ക് ആണല്ലോ. നമ്മൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ സ്വന്തം തട്ടകത്തിൽ. നല്ല അടിപൊളി മണം വരുന്നുണ്ട്, എല്ലാം മീൻകറിൻ്റെ മണ. വാ 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 വാ. കയറി വരുമ്പോൾ തന്നെ ഷോക്കേസ്, അതായത് ഫ്രിഡ്ജ് നിറച്ച് മീനാണ്. നോക്കട്ടെ. യെസ്, അമൂറുണ്ട്, കരിമീനുണ്ട്, ചെമ്പല്ലി ഉണ്ട്. നല്ല കരിമീൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെ തേച്ച് വെച്ചേക്ക് കേട്ടോ, മസാലയൊക്കെ തേച്ച് ഇങ്ങനെ. വലിയ ഹമൂർ കാണിച്ച ഹമൂർ എല്ലാം അടിപൊളി. അപ്പോൾ സംഗതി നല്ല മണ കേട്ടോ, രക്ഷയില്ല. ഓഫ്, കണ്ട ഞണ്ട് കണ്ട, നല്ല സ്വയംഭം ഞണ്ട്. ഇത് ഞണ്ടെന്താ പറ്റിച്ചത്? എന്തത്? ഞണ്ട് റോസ്റ്റ്, കണവ റോസ്റ്റ്. കണവ. ആ അടിപൊളി തലക്കറി. തല എന്താടാ? തല നെമ്മീൻ്റെ തല. നല്ല വെയിറ്റ്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ തലക്കറി എത്ര റേറ്റ് ഉണ്ട്? തലക്കറി 300, 350, 4 സൈസ് അനുസരിച്ച്. ഓരോ സൈസ് അനുസരിച്ച് അല്ലേ? നല്ല കുടംപുളി ഇട്ട കറി അല്ലേ? ആ, കുടംപുളി ഇട്ട. ഇഷ്ടപ്പെട്ടെ കുടംപുളി, മുരിങ്ങക്കോല്. ആ നല്ല ചൂടാണ്. നല്ല അപ്പം കൂട്ടിങ്ങനെ. വാ ഇവിടെ ചോട്ടല്ലേ? ഇതെന്താ ഐറ്റം? ഇത് മീൻകറിക്കുള്ള റെഡിയാക്കുക. മീനോ? എന്താ മീന്? മീൻകറി ചൂരക്കറി. അത് സിലോപ്പി പൊരിക്കാൻ പോകണം. സിലോപ്പി പൊരിക്കാൻ എല്ലാം തേച്ച് വെച്ചാൽ മസാലയൊക്കെ തേച്ച് വെച്ചാണ്. എല്ലാ മസാലയൊക്കെ തേച്ച് വെച്ചാൽ. എണ്ണ ചൂടായ? ചൂടായില്ല. ഇട്ടേക്കട്ടെ, കൈ നോക്കി ചാമ്പട്ടെ. കണ്ട മക്കളെ, ഇതെന്ത് റേറ്റ് വരും? ഇപ്പോൾ ഇത് വരുമ്പോൾ 500 രൂപ. 500 രൂപ വരും. ഒരു 2-3 ആൾക്ക് സുഖമായി കഴിക്കാം അല്ലേ? കഴിക്കാം. നീ കുറേ വർഷം ഇവിടെ തന്നെ? ഷെഫ് നീയാണോ? 2-3 പേരുണ്ട്, എല്ലാവരും ലീവിന് പോയി. ഇപ്പൊ നിലവിൽ ഞങ്ങൾ 2 പേരേ ഉള്ളൂ. എല്ലാ പണി അറിയാം. സ്വയംഭൻ. ആഹാ, നല്ല വെട്ടിത്തിളയ്ക്കുന്ന താറാവ് റോസ്റ്റ്. ഗംഭീര സ്മെല്ലാട്ടോ. ഒരു കഷ്ണം ടേസ്റ്റോ കിടക്കുന്നുണ്ട്. ആ നല്ല ചൂടാണ്. നല്ല ചൂടാ. ഇത് താറാവ് റോസ്റ്റ്. പോത്ത്. ഇതെന്താ ഐറ്റം? പന്നി കാണിച്ചാ. പന്നി വന്ന വെറൈറ്റി ഐറ്റംസ്, കുറേ ഫുഡ് കഴിക്കാം. പിന്നെ ആംബിയൻസ് നിങ്ങൾ കണ്ടല്ലോ, മൊത്തം വയൽ പ്രദേശമാണ്, കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്, മൊത്തം കളർഫുള്ളാണ് കാര്യങ്ങൾ. പിന്നെ അവിടെ അപ്പം ചൂടുന്നു, കുറച്ച് അപ്പം ചൂടാം വീട്ടിൽ. ചൂടപ്പം ഓക്കെ, മതി. മലയാളം മാലും കുറച്ച് തോടാ കേൾക്കി തരാനാ. അവിടെ പോലെ അല്ലേ?
നല്ല മുരിഞ്ഞ അപ്പം അങ്ങനെ കഷ്ണം എടുത്തിട്ട് നല്ല താറാവ് റോസ്റ്റ്, ചൂട് താറാവ് റോസ്റ്റിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ എടുക്കണം. അങ്ങനെ എടുത്തിങ്ങനെ എടുത്തിട്ടുണ്ടാണ് പൊളി പൊളി. നല്ല പെപ്പർ ഇട്ടുകൊണ്ടേ ഭയങ്കര സ്പൈസിയാണ്. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലം കണ്ടില്ലേ, ഇതെല്ലാം ഹട്ടാണ്. അതായത് പുറത്ത് വേറെ ഷെഡ് പോലെ ഉണ്ട്, അല്ലാതെ ഹട്ടുകളുണ്ട്. ഇതിപ്പോൾ ഡബിൾ ഡെക്ക് ഹട്ടാണ്. തൊട്ടപ്പുറത്ത് ഈ ഹട്ട് കണ്ട, ഈ ഹട്ട് സിംഗിൾ ഹട്ടാണ്. അപ്പോൾ വൈകുന്നേരം വരെ ഭയങ്കര ആംബിയൻസ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പുഞ്ചക്കിൽ വന്നാലേ രണ്ടുണ്ട് കാര്യം, നല്ല അടിപൊളി ഫുഡ് കഴിക്കാം, അതോടൊപ്പം തന്നെ നല്ല അടിപൊളി കുറേ സ്ഥലങ്ങൾ കാണാം. കാരണം നല്ല ഗ്രാമഭംഗിയ ചുറ്റും, നല്ല വെള്ളക്കെട്ടും അതുപോലെ തന്നെ വയലും, നല്ല അടിപൊളി ഫുഡും. എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.